ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ ആർഎംഒനുള്ള ക്ലാസ് ആണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആർഎംഒ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സൊല്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നതിലാണ് അതിൽ കാര്യം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സ്കൂളിലെ പരീക്ഷയിലൊക്കെ പോലെ കുറച്ച് എഴുതി വെച്ച് ഫോർമുല എഴുതി വെച്ച് ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെച്ചാലൊന്നും കാര്യപ്പെട്ട മാർക്കൊന്നും കിട്ടാൻ പോകണില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ലോജിക്കലി നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതേപോലെ ഇക്വേഷൻ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി വൃത്തിയിൽ എഴുതി എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൺവിൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് നമ്മൾ ആർഎംഒന് സൊല്യൂഷൻസ് എഴുതേണ്ടത്. അതിനുള്ളൊരു ട്രെയിനിങ് ആണ് നമ്മൾ തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് INMO 1986 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ലോഗരിതമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ലോഗരിതം റീസെന്റ് അങ്ങനെ ചോദിച്ചു കാണുന്നില്ല. എന്നാൽ പോലും നമുക്കിത് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു പ്രോബ്ലത്തിൽ കൂടെ എക്സാമിന് ഉപയോഗിക്കുന്ന പല സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഇതിലുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. log x to the base 2 plus log y to the base 4 plus log z to the base 4 is equal to. അതുപോലെ രണ്ട് ഇക്വേഷൻ ഉണ്ട്, വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ നന്നായിട്ട് എന്താ ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. log y to the base 3 plus log z to the base 9 plus log x to the base 9 is 2. log z to the base 4 plus log x to the base 16 is plus log y to the base 16 is equal to 2 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് എടുത്തെഴുതാൻ പോവാണ്. log x to the base 2 plus logarithm of y to the base 4 plus logarithm of z to the base 4 is equal to equation number 1. നമ്പറിങ് കൊടുത്തു. രണ്ടാമത്തത് logarithm of y to the base 3 plus logarithm of z to the base 9 plus logarithm of x to the base 9 is equal to equation number 2. And മൂന്നാമതായിട്ട് logarithm of z to the base 4 plus log x to the base 16 plus logarithm of അടുത്തത് y to the base 16 is equal to 2. This is equation number 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇതിന് പുറമെ നമ്മുടെ കയ്യിൽ x, y, z ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ലോഗരിതംസ് എല്ലാം ഡിഫൈൻഡ് ആവണമെങ്കിൽ ലോഗരിതത്തിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവണം, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പല രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക. ബേസ് 2, 4, 4 കാണുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും സെയിം ബേസ് 4ലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ സെയിം ബേസ് 4ലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ലോഗരിതം ഓഫ് എക്സ് ടു ദ ബേസ് 2നെ നമുക്കറിയാം ബേസ് ചേഞ്ചിങ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ലോഗരിതം ഓഫ് എക്സ് സ്ക്വയർ ടു ദ ബേസ് 4 ആക്കാൻ പറ്റും. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. log x to the base 2 എന്ന് പറയുന്നത് log natural x by log natural 2. log x square to the base 4 എന്ന് പറയുമ്പോൾ എന്താണ്, log natural x square by log natural 4. അതായത് 2 log natural x by 2 log natural 2. അപ്പോൾ 2 ക്യാൻസൽ ആയി പോയി. അപ്പോൾ സെയിം സാധനം തന്നെ കിട്ടും. അപ്പോൾ ഈ ഐഡിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഐഡിയ ഓഫ് കോഴ്സ് ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എഴുതി, അതുപോലെ സെക്കൻഡിലും തേർഡിലും ഒക്കെ നമുക്ക് ഇതേ ഐഡിയ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇപ്പം എന്തായി മാറിയെന്ന് വെച്ചാൽ അവിടെ നിൽക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1 ഇപ്പം എന്തായെന്ന് വെച്ചാൽ ലോഗരിതം ഓഫ് എക്സ് സ്ക്വയർ വൈ സെഡ് ടു ദ ബേസ് 4 is 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് സ്ക്വയർ വൈ സെഡ് ഇസ് ഈക്വൽ ടു 4 പവർ 2 എന്ന് കിട്ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് നമുക്ക് ഇതേപോലെ തന്നെ ലോഗരിതം ഓഫ് വൈ സ്ക്വയർ സെഡ് എക്സ് ടു ദ ബേസ് 9 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് y square zx is equal to 9 power 2. That is equation number 6. And next നമ്മുടെ തേർഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, ആ തേർഡ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, ലോഗരിതം ഓഫ് z square xy to the base 16 is equal to 2 എന്ന് കിട്ടും. സോ z square xy is equal to 16 square എന്ന് കിട്ടും. 7. ഇനിയാണല്ലേ ട്രിക്ക്. ഇനി ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 ഇക്വേഷൻ 5, 6, 7നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പം മൾട്ടിപ്ലൈ 5 into 6 into 7. 5 into 6 into 7 ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ പവർ 4 ഉണ്ടാവും, വൈൻ്റെ പവർ 4 ഉണ്ടാവും, സെഡിൻ്റെ പവർ 4 ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി നമുക്ക് 4 സ്ക്വയർ വരും, 9 സ്ക്വയർ വരും, 16 സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി 4 സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം 2 പവർ 4 ആണ്. 9 സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം 3 പവർ 4 ആണ്. 16 സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി 4 പവർ 4 സ്ക്വയറിൻ്റെ സ്ക്വയർ അല്ലേ, 4 പവർ 4 ആണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കാൻ പോവാണ്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് XYZ എന്ന് പറഞ്ഞ സാധനം സ്ക്വയർ റൂട്ട് അല്ല, 4th റൂട്ട് എടുക്കാൻ പോവാം. പ്ലസ് ഓർ മൈനസ് ശരിക്കും കിട്ടും, പക്ഷെ നമുക്കതിനെന്ത് ചെയ്യാം, 2 into 3 into 4 എന്ന് എഴുതാം.
കാരണം XYZ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് എഴുതേണ്ടതാണ്. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 8. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ XYZ ഉണ്ട്, അതിന് പുറമെ X2 Y2 Z ഉണ്ട്, Y2 ZX ഉണ്ട്, Z2 XY ഉണ്ട്. അതിൽ നിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, X ഉം Y ഉം Z ഉം കിട്ടും, ഒരു പ്രശ്നമില്ല. അപ്പോ ഇവിടെ നോക്കിക്കേ, അപ്പോ ഇക്വേഷൻ 5 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. 5 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് നേരെ എന്താ കിട്ടാൻ പോകുന്നത് വെച്ചാൽ എക്സ് കിട്ടും. എക്സ് ഇസ് ഗോയിങ് ടു ബി 4² ഡിവൈഡഡ് ബൈ 2 × 3 × 4 എന്ന് കിട്ടും. 2 × 3 × 4 എന്ന് കിട്ടും. 4 ക്യാൻസൽ ആയിപ്പോയി, പിന്നെ ഒരു 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ 2/3 എന്ന് കിട്ടും. സോ 2/3 is the answer. ആൻഡ് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം വെച്ചാൽ 6ഉം 8ഉം ഡിവൈഡ് ചെയ്യാം. 6 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. 6 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് y is equal to 9² ഡിവൈഡ് ബൈ 2 × 3 × 4 എന്ന് വരും. അപ്പം 9 ഒരെണ്ണം ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും, അല്ല സോറി, ഒരു 3 ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് 27 ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടും. 27/8. അതുപോലെ നമ്മൾ 7 ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകണമെന്ന് വെച്ചാൽ Z കിട്ടും. Z എന്ന് പറഞ്ഞ സാധനം എന്താ കിട്ടാൻ പോകുന്നത് വെച്ചാൽ 16² ഡിവൈഡഡ് ബൈ 2 × 3 × 4 എന്ന് കിട്ടും. 2 × 3 × 4 എന്ന് കിട്ടും. അപ്പൊ 16ൽ ഒരു 8 ക്യാൻസൽ ആയി പോയി, അപ്പോൾ ഒരു 2ഉം 16ഉം 32 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 32 ഡിവൈഡ് ബൈ 3 നമ്മുടെ ആൻസർ ആയി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ഡബിൾ ചെക്ക് ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ അങ്ങനെ സ്ക്വയറിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും അൺനെസസറിലി ഒന്നും ചെയ്തിട്ടില്ല. എക്സ്ട്രാ റൂട്ട് വരുന്ന പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ദ സൊല്യൂഷൻ ഈസ് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. X, Y, Z is equal to എത്ര നമുക്ക് കിട്ടിയത് 2/3, 27/8, 32/3 എന്ന് കിട്ടും. അതാണ് അതിന്റെ സൊല്യൂഷൻ. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. അപ്പൊ ഇത്രയും വൃത്തിയിൽ എഴുതി നമുക്ക് എന്ത് ചെയ്യും, അതിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? യെസ്.